നിത്യജീവിതത്തിന്റെ ഭാഗമായ വാട്സപ്പ് പുതിയ അപ്ഡേറ്റുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ചാറ്റിനും കോളിനും ഉപരി ഇന്ന് ബിസിനസ് സംരംഭങ്ങളുടെ സേവനങ്ങൾക്കടക്കം വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ വാട്സപ്പിൽ പുതിയ അപ്ഡേറ്റുകളും മെറ്റ നൽകുന്നുണ്ട്. ചാറ്റ് മുതൽ വാട്സപ്പ് ചാനലിൽ വരെ അടിമുടി അപ്ഡേറ്റുകളാണ് കമ്പനി നടത്തിയിരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിലവിൽ എത്ര പേർ ഓൺലൈനിൽ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് പുതിയ അപ്ഡേറ്റുകളിലൊന്ന്. ഗ്രൂപ്പിൽ ചാറ്റിനായി ആ സമയത്ത് ആരൊക്കെയുണ്ടെന്ന് ഇതിലൂടെ എളുപ്പം മനസ്സിലാക്കാനാകും. കൂടാതെ ഗ്രൂപ്പുകളിലെ നോട്ടിഫിക്കേഷനുകൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കാനും സാധിക്കും. നോട്ടിഫൈ ഫോർ എന്ന ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരുന്ന മെൻഷനുകളും സന്ദേശങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്ന സമയത്തും ഫോണിൽ സേവ് ചെയ്ത കോണ്ടാക്റ്റിൽ നിന്നുള്ള മെസ്സേജുകൾ എന്നിങ്ങനെ വിവിധ രീതിയിൽ നോട്ടിഫിക്കേഷനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഇതിനായി ഹൈലൈറ്റ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയോ എല്ലാ അറിയിപ്പുകളിൽ ലഭിക്കാൻ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. 1-to-1 ചാറ്റുകളിലും ഇനി മുതൽ ഇവന്റ് ക്രിയേറ്റ് നടത്താനുള്ള സംവിധാനമാണ് പുതുതായി ഉൾപ്പെടുത്തിയ മറ്റൊരു സവിശേഷത. നിലവിൽ ഗ്രൂപ്പ് ചാറ്റുകളിൽ ഇവന്റുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. ഇവന്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും വാട്സപ്പ് കോൾ ലിങ്കും കൂടുതലായി ചേർക്കാനുള്ള ഓപ്ഷനും പുതിയ അപ്ഡേറ്റിലുണ്ട്. ഐഫോണുകളിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കായി പ്രത്യേകമായ അപ്ഡേറ്റുകളും വാട്സപ്പ് അനുവദിക്കുന്നുണ്ട്. ഐഫോണുകളിൽ ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്യാനും അയക്കാനുമുള്ള ഓപ്ഷനാണ് പുതിയതായി ഉൾപ്പെടുത്തിയ ഒന്ന്. ഉപഭോക്താക്കൾക്ക് അറ്റാച്ച്മെന്റ് ഓപ്ഷനുകളിൽ നിന്ന് സ്കാൻ ഡോക്യുമെന്റ് തിരഞ്ഞെടുത്ത് ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും സേവ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ടാകും.